ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ വീഡിയോ ആയിട്ട് തന്നെയാണ്. നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന സാധനങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തിയെടുക്കുക എന്നുള്ളതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. നമ്മുടെ വീട് എന്നും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ നമ്മൾ ഉപയോഗം ഇല്ലാന്ന് കരുതിയിട്ട് വലിച്ചെറിയുന്ന സാധനങ്ങൾ മാത്രം മതി കേട്ടോ. അപ്പോൾ ഒട്ടും പൈസ ചിലവില്ലാതെ നമുക്ക് ഇതൊക്കെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് കിടക്കാം. വീഡിയോയിലോട്ട് കിടക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനലിൽ പുതുതായിട്ട് വന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ഒരു ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ നമുക്ക് ആദ്യത്തെ ടിപ്പിലോട്ട് കിടക്കാം. അതിനായിട്ട് ഞാൻ എന്താ ബോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ബോക്സ് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാണാം അല്ലെ. അതായത് എന്തെങ്കിലും സാധനമൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലുള്ള ബോക്സ് ഒക്കെ നമുക്ക് കിട്ടാറുണ്ട്. പലപ്പോഴും ഇതൊക്കെ നമ്മൾ വലിച്ചെറിയാറാണ് പതിവ്. എന്നാൽ ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഓർഗനൈസർ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അതിനായിട്ട് നമുക്ക് ആദ്യം ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഈ ഒരു മുകളിലത്തെ ഭാഗമൊന്നും നമുക്ക് ആവശ്യമില്ല കേട്ടോ. അപ്പൊ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുകയാണ്. അങ്ങനെ ഞാൻ ഇതാ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സ്ട്രോങ് ആയിട്ട് ഇരിക്കാനായിട്ട് ഇതിന്റെ അടിഭാഗത്ത് ഞാൻ എന്താ ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാകുമ്പം അത് ഒട്ടിയിട്ട് കറക്റ്റ് ആയിട്ട് ഇരുന്നോളൂ. ഇനി ഇതിവിടെ ഇരിക്കട്ടെ. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലൊരു കാർഡ്ബോർഡിന്റെ പീസാണ്. ഈ ഒരു കാർഡ്ബോർഡ് പീസിന്റെ ഫസ്റ്റ് ലെയർ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ. കട്ട് ചെയ്തല്ല, ഇളക്കി മാറ്റണം. അങ്ങനെ ഈ ഒരു കാർഡ്ബോർഡിന്റെ ഫസ്റ്റ് ലെയർ മാത്രം ഇളക്കിയെടുക്കാനായിട്ട് ഇതാ ഇതുപോലെ നഞ്ഞ തുണി വെച്ചിട്ടൊന്ന് തുടച്ചു കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു ലെയർ ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ഇനി ഇതുപോലെ നമുക്ക് ആ ഒരു ഫസ്റ്റിലത്തെ ലെയർ മാത്രം ഓപ്പൺ ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ നമുക്ക് ഇളക്കിയെടുക്കാവുന്നതാണ്. ഇതുപോലെ സാവധാനം ഒന്ന് ഇളക്കിയെടുക്കുകയാണെങ്കിൽ അത് കട്ടായി പോകാതെ നമുക്ക് കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഞാൻ ഇത് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പൊ ഞാൻ ഇതാ ഈ ഒരു സ്കെയിലിന്റെ വലുപ്പത്തിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ചതുരത്തിൽ വേണം മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട്. ആദ്യം നമുക്ക് ഇതുപോലെ ആ ഒരു സ്കെയിലിന്റെ വലുപ്പം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 3-4 സെന്റിമീറ്റർ എടുത്തതിന് ശേഷം ഇതുപോലെ അളന്നെടുത്താലും മതി. ഇപ്പൊ ഞാൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് ആ ഒരു സ്കെയിലിന്റെ വലുപ്പത്തിൽ തന്നെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഈ ഒരു കാർഡ്ബോർഡ് ഷീറ്റ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഇളക്കി എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അത് തന്നെയാണ് കേട്ടോ. അത് ഞാൻ തിരിച്ചിട്ടു എന്ന് മാത്രം. അതുകൊണ്ടാണ് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കാണുന്നത്. അങ്ങനെ ഞാൻ ഇത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾ വരച്ചു കൊടുത്ത് അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇതേ രീതിയിൽ നമുക്ക് വരച്ചു കൊടുത്ത് അത്രയും കട്ട് ചെയ്തെടുക്കണം കേട്ടോ. കണ്ടില്ലേ, ആ ഒരു ബാക്ക് സൈഡ് കാണുമ്പോൾ ഈ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അങ്ങനെ ഞാനിത് നമ്മൾ വരച്ചത്രയും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ബോക്സ് ഉണ്ടല്ലോ, ആ ഒരു ബോക്സ് എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ച ആ ഒരു കാർഡ്ബോർഡ് പീസിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഈ ഒരു കാർഡ്ബോർഡ് ബോക്സിന്റെ മുകളിൽ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ആ ഒരു ബോക്സിന് മുകളിലായിട്ടാണ് ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. കാരണം ആ ഒരു കാർഡ്ബോർഡ് പീസിന് മുകളിലായിട്ട് നമ്മൾ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുന്ന ടൈമിൽ ഒത്തിരി സമയം എടുക്കും. ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇപ്പൊ ഞാൻ ആ ഒരു കാർഡ്ബോർഡ് പീസ് ഒട്ടിക്കുന്ന രീതി നിങ്ങളൊന്ന് നോക്കി വെച്ചോളൂ കേട്ടോ. നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഞാൻ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുന്നത്. അതായത് ആദ്യം നമ്മൾ ഒട്ടിച്ചു കൊടുത്ത കാർഡ്ബോർഡ് പീസിന്റെ ലൈന് മുകളിലോട്ടാണ്, പിന്നീട് ഞാനത് കിടത്തി വെക്കുന്ന രീതിയിൽ ആണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ എല്ലാം ഒരേ രീതിയിൽ ഒട്ടിക്കുകയാണെങ്കിൽ ഭംഗി കാണത്തില്ല. ഈ ഒരു രീതിയിൽ ഒട്ടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. ഇനി ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ഞാൻ ഇത് താഴ്ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് മുകൾ ഭാഗത്ത് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ബോക്സ് മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ ഇത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇതേ രീതിയിൽ നമുക്ക് ബാക്കിയുള്ള സൈഡ് കൂടി ഒട്ടിച്ചെടുക്കാം. അങ്ങനെ ഞാൻ ഇത് 4 സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ടത് ഇതുപോലൊരു തുണിയാണ്. പിന്നെ ഈ ഒരു തുണി പുതിയത് തന്നെ വേണമെന്നില്ല. നിങ്ങളുടെ കയ്യിൽ പഴയ ഡ്രസ്സൊക്കെ ഉണ്ടാവുമല്ലോ ഉപയോഗിക്കാത്തത്, അതിൽ നിന്ന് ഒരു പീസ് ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി. ഇനി ഈ ഒരു തുണി നമുക്ക് ഇതുപോലെ ബോക്സിന് മുകളിലായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കണം.
അതിനായിട്ട് ഞാൻ ഈ ഒരു ബോക്സിന്റെ മുകളിലായിട്ട് ഇതുപോലെ ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ കൂടുതലായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല കേട്ടോ. വളരെ കുറഞ്ഞ എമൗണ്ടിൽ മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഈ ഒരു തുണി ഒട്ടിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഇതേ രീതിയിൽ തന്നെ 4 സൈഡിലും നമുക്ക് തുണി വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇപ്പൊ ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു തുണി നമുക്ക് ഈ ഒരു ബോക്സിനുള്ളിലായിട്ടൊന്ന് മടക്കി കൊടുക്കാം. ഈ ഒരു ബോക്സിനുള്ളിലേക്ക് വരുന്ന രീതിയിലൊന്ന് മടക്കി കൊടുക്കാം കേട്ടോ. അതിന് മുന്നായിട്ട് ഈ ഒരു ബോക്സിന്റെ ഉൾഭാഗത്ത് 4 സൈഡിലായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അങ്ങനെയാകുമ്പോൾ നമുക്ക് നമ്മൾ മടക്കി എടുക്കുന്ന ടൈമിൽ കറക്റ്റ് ആയിട്ട് അവിടെ ഒട്ടിയിരുന്നുള്ളൂ കേട്ടോ ആ ഒരു തുണി. ഇനി ഇതുപോലെ ആ ഒരു തുണികളൊക്കെ നമുക്ക് ആ ഒരു ബോക്സിന്റെ ഉള്ളിലോട്ട് വരുന്ന രീതിയിൽ ഒന്ന് മടക്കി കൊടുക്കാം. ഇപ്പൊ ഞാൻ മടക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു ബോക്സിന്റെ പുറം ഭാഗത്ത് ബാക്കിയുള്ള ഭാഗത്ത് കൂടി നമുക്ക് ആ ഒരു കാർഡ്ബോർഡ് പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കണ്ടില്ലേ, ഈ ഒരു ഭാഗത്ത് നമുക്ക് കാർഡ്ബോർഡ് പീസ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അങ്ങനെ ഈ ഒരു ബോക്സ് മൊത്തത്തിൽ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കാർഡ്ബോർഡ് പീസ് എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായിട്ട് നമുക്ക് ആ ഒരു ബോക്സ് ഒന്ന് കമഴ്ത്തി വെച്ചു കൊടുക്കാം. അതിനുശേഷം അതിന്റെ അളവൊന്ന് എടുക്കാം കേട്ടോ. അളവൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുന്ന ടൈമിൽ ഇതിന്റെ ഉൾഭാഗത്ത് വെച്ചിട്ട് വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട്. അതായത് ഈ ഒരു കറക്റ്റ് ലൈനിൽ കൂടി തന്നെ കട്ട് ചെയ്യാൻ പാടില്ല. അത് ബോക്സിനെക്കാട്ടിയും വലുതായിരിക്കും. നമുക്ക് ഇതിന്റെ ഉൾഭാഗത്ത് വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു കാർഡ്ബോർഡ് പീസിന്റെ ഒരു ഭാഗം വൈറ്റ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിലോട്ട് എക്സ്ട്രാ തുണിയൊന്നും ഒട്ടിച്ചു കൊടുക്കുന്നില്ല കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇതുപോലുള്ള വൈറ്റ് കളർ കാർഡ്ബോർഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ബോക്സിന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു തുണി, അതുപോലെ തുണി എടുത്തതിന് ശേഷം ഈ ഒരു കാർഡ്ബോർഡ് പീസിലോട്ടും ഒട്ടിച്ചു കൊടുക്കുക. അങ്ങനെയാകുമ്പോൾ കാണാൻ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു കാർഡ്ബോർഡ് പീസ് ബോക്സിനുള്ളിലായിട്ടൊന്ന് താഴ്ത്തി കൊടുക്കാം. ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് ഭംഗിയാക്കാനായിട്ട് എന്റെ കയ്യിലുള്ള ലേസ് ഞാൻ ഇതിലോട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലെ ആ ഒരു തുണിക്കും കാർഡ്ബോർഡ് പീസിനും ഇടയിലായിട്ട് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ ഞാൻ ഈ ഒരു ബോക്സ് ചുറ്റുമായിട്ട് ആ ഒരു ലേസ് ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇത് നമ്മുടെ നല്ലൊരു ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് നമ്മുടെ മേക്കപ്പ് ഐറ്റം ആയാലും അല്ലെങ്കിൽ മരുന്നിന്റെ ബോട്ടിലൊക്കെ ആയാലും നമുക്ക് ഇതിലോട്ടിട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇതുപോലെ നമ്മുടെ കയ്യിലെ ലോഷനും പിന്നെ അതുപോലെ തന്നെ ഇതുപോലുള്ള ബോട്ടിൽസ് ഒക്കെ ഉണ്ടാവുമല്ലോ, ആ ഒരു ബോട്ടിൽസ് ഒക്കെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ എടുക്കാനും പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഷെൽഫ് ആയാലും വീടായാലും എപ്പോഴും ഓർഗനൈസ്ഡ് ആയിട്ട് ഇരിക്കാനും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പൊ ഇതുപോലുള്ള ബോക്സ് ഒക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാനായിട്ട്, കാണാനും ഭംഗിയാണ്. അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് അടുത്ത ടിപ്പിലൂടെ അടക്കാം. അതിനായിട്ട് ഞാൻ ക്യാനൊക്കെ എടുത്തിട്ടുണ്ട്. ഇതുപോലുള്ള ക്യാനൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ആരും കളയണ്ട കേട്ടോ. നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെങ്ങനെയാന്ന് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ക്യാൻ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കട്ട് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യുന്ന ടൈമിൽ ഇതുപോലെ മാർക്ക് ചെയ്തൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കട്ട് ചെയ്യാനും പറ്റും. മാത്രമല്ല നമ്മൾ തെറ്റിയിട്ട് കട്ട് ചെയ്തൊന്നും പോവുകയും ചെയ്യില്ല. അങ്ങനെ ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഞാൻ കട്ടർ ഉപയോഗിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. കട്ടർ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തുളയിട്ട് കൊടുത്തതിന് ശേഷം, അതായത് കത്തിയോ മറ്റോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുളയിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് കത്രിക വെച്ചിട്ട് ഈസി ആയിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. ഇതുപോലുള്ള ക്യാനൊക്കെ ആകുമ്പോൾ അത്ര വലിയ കട്ടിയൊന്നും കാണില്ല കേട്ടോ. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് കത്രിക വെച്ചിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഇപ്പൊ ഇത് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലൊരു ഓർഗനൈസ്ഡ് ആയിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ കയ്യിലുള്ള ഇത് നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ മേക്കപ്പ് ഐറ്റംസ് ഒക്കെ ഇട്ട് വെക്കാനായാലും പിന്നെ അതുപോലെ തന്നെ മരുന്ന് കുപ്പിയൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ ഇട്ട് വെക്കാനായിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. ഇപ്പൊ ഞാൻ എന്റെ കയ്യിലെ കുറച്ച് മരുന്നിന്റെ ബോട്ടിൽസ് ആണ് ഇതിലോട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ നമ്മൾ വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആവശ്യമുള്ള സമയത്ത് എടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. പിന്നെ ഇതിലോട്ട് മരുന്ന് കുപ്പികൾ മാത്രമല്ല നമ്മുടെ അടുക്കളയിലായാലും ഓയിൽ ബോട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ, അതുപോലുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇതിലോട്ട് വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. അപ്പൊ ഇതുപോലുള്ള ക്യാനൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഉറപ്പായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നമുക്ക് ജസ്റ്റ് കട്ട് ചെയ്യല്ലേ വേണ്ടുള്ളൂ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. വീഡിയോ ഇഷ്ടം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം.
പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ചാനലും ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.